ആനന്ദ് പുത്തൂർ കൂടി ചേരുന്നു. ആനന്ദ്, പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ട്രക്ക് പുറത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആനന്ദിന് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും, അതായത് ഏകദേശം 7 മണിയോട് കൂടി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 മണിയോട് കൂടി തന്നെ എല്ലാ രക്ഷാദൗത്യങ്ങളും നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്തായാലും നാളെ രാവിലെ ആദ്യം മുൻഗണന കൊടുക്കുന്നത് ഈ ലോറി, അതായത് ഈ ട്രക്കിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിനായിരിക്കും. ഇന്ന് ഏകദേശം 15ഓളം വരുന്ന നാവിക സേനാംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ക്യൂബ ഡൈവേഴ്സ് സംഘടന ആ പ്രദേശത്തേക്ക് മുങ്ങലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതികൾക്ക് പോയെങ്കിലും പക്ഷേ ചില പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അതിനെ വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ആദ്യം നിൽക്കുന്നതും ഈ പ്രവർത്തനത്തിന് തന്നെയായിരിക്കും. ഈ ലോറി അവിടെ പിടിച്ചു നിർത്താൻ അതിന് തീർച്ചയായും സ്കൂബ ഡൈവേഴ്സിന്റെ ആവശ്യം അത്യന്താപേക്ഷിതമാണ്. തുടർന്ന് രണ്ടാമതൊരു ഇന്നത്തെ കാവാറ MLA പ്രതികരണം അനുസരിച്ച് രണ്ടാമതൊരു മെഷീൻ കൂടി, അതായത് മണ്ണുമാറ്റി യന്ത്രം, നമ്മൾ കണ്ട പോലെ ബൂം ലെങ്ത് എക്സ്കലേറ്റർ കൂടി ഈ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തെ മണ്ണ്, അതായത് ഈ പുഴക്കരയിൽ നിന്ന് 40 മീറ്റർ നീങ്ങിയും 15 അടി താഴേക്കുമാണ് ഇത്തരത്തിൽ ഈ മണ്ണ് നിൽക്കുന്നത്. അതിന്റെ അടിയാണ് ഈ ലോറി ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മണ്ണ് മാറ്റുക എന്നുള്ളത് തന്നെയാണ് സമാനമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്തായാലും ഈ 2 യന്ത്രങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മണ്ണ് മാറ്റ പ്രക്രിയകളിലേക്ക് നടക്കും. അതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ലോറി ഈ പുഴയിൽ നിന്ന് പുറത്തേക്ക്, അതായത് കരയിലേക്ക് വലിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ എത്തും. അതിന് ക്രമീകരണങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. രാവിലെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ, അതായത് ഈ 100% ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ ഈ ട്രക്ക് അർജന്റ് തന്നെയാണെന്നുള്ള ഉറപ്പുവരുന്നതിനായി ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങളും ഒരുപക്ഷെ ഉപയോഗിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയുണ്ട്, ഇടവിട്ട് മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണ്. നാളെ രാവിലെ കാലാവസ്ഥ തെളിയുകയാണെങ്കിൽ, മഴ തെളിയുകയാണെങ്കിൽ, കാറ്റ് വീശാതിരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ രക്ഷാ ദൗത്യം അതിന്റെ അവസാനത്തിലേക്ക് എത്തിയേക്കാം. ആനന്ദ്, നമുക്കറിയാം വെല്ലുവിളി എന്ന് പറയുന്നത് പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. കനത്ത മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗാവലി നദിയിലെ ജലനിരപ്പ് ഉയരുകയും അടിയൊഴുക്ക് ശക്തമാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ മണ്ണ് പകുതിയെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ ട്രക്ക് ലോക്ക് ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് കടക്കണം എന്നുള്ള വിദഗ്ധ അഭിപ്രായം വന്നത്. അല്ലെങ്കിൽ അടിയൊഴുക്കിൽ ഒരുപക്ഷെ ട്രക്കിന് സ്ഥാനചലനം വന്നേക്കാം. അതുകൊണ്ട് ഈ ലോക്ക് ചെയ്ത് ആ സ്ഥലത്ത് തന്നെ ട്രക്കിനെ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എപ്രകാരമായിരിക്കും ചെയ്യേണ്ടത്? കാരണം നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അടക്കം അതിനുള്ളിലേക്ക് കടക്കേണ്ടതുണ്ട്. കനത്ത മണ്ണും ചെളിയും അവർക്ക് ഒരു തടസ്സം സൃഷ്ടിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മണ്ണും ചെളിയും നീക്കുന്ന കാര്യങ്ങളും ട്രക്കിനടുത്തേക്ക് എത്തുന്ന നടപടിക്രമങ്ങളുമൊക്കെ നാളെ രാവിലെ ഏതു രീതിയിലായിരിക്കും പുനഃക്രമീകരിച്ച് തുടങ്ങുക? അതായത് പറഞ്ഞ പോലെ തന്നെ ഈ ട്രക്ക് ലോക്ക് ചെയ്യുക എന്ന് തന്നെയാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിദഗ്ധമായ 15-അംഗ സംഘം ഈ നേവിയുടെ തന്നെ മുങ്ങൽ വിദഗ്ധർ ആ സ്ഥലത്തുണ്ട്. നാളെ രാവിലെ വളരെ നേരത്തെ തന്നെ അവർ ആ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എന്തായാലും ഈ ട്രക്കിനെ ലോക്ക് ചെയ്ത് നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വഴി തന്നെയായിരിക്കും അത് ചെയ്യുന്നത്. തീർച്ചയായും അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഈ ട്രക്കിനെ പുഴയിൽ തന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ, അതായത് പുഴയിൽ തന്നെ മറ്റ് ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കരയിലേക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും ആയിരിക്കാം ഒരുപക്ഷെ നാളെ നടക്കുക. എന്തായാലും നാളെ രാവിലോട് കൂടി തന്നെയാണ് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ഏത് തരത്തിലായിരിക്കും ഈ ലോക്ക് പോകുക എന്നുള്ളത്. എന്തായാലും ഈ മുങ്ങൽ വിദഗ്ധരുടെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമായി തീരൂ. എന്തായാലും രാവിലെ ഒരു 8 മണിയോട് കൂടി തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന് തന്നെ ആണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ശരി ആനന്ദ്, തുടരുക.